ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിൽ എത്തിക്കുവാനുള്ള അവസാന അപ്പോളോ ദൗത്യം 1972 നടന്നത്. അതിനുശേഷം നാം ഒരിക്കലും ചന്ദ്രനിൽ പോയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത്? നാം അന്ന് പോയെങ്കിൽ പിന്നെ ഇപ്പൊ പോകാൻ എന്താണ് പ്രശ്നം? അതോ നാം അന്ന് യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടാകുമോ? ഇത്രയും നേരം നാം കണ്ടത് ചന്ദ്രദൗത്യം സംശയിക്കുന്നവരുടെ കണ്ണിലൂടെയാണ്. പക്ഷേ യാഥാർത്ഥ്യം ഇതുതന്നെയാണോ? ശാസ്ത്രലോകത്തിന്റെ ഇതിനുള്ള ഉത്തരം എന്താണ്? ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം. ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ ചെലവഴിക്കുന്നതിന്റെ ലൈവ് വീഡിയോ മിഷന്റെ വിശ്വാസ്യതയ്ക്ക് കൂടുതൽ കരുത്ത് നൽകുമെന്ന് കെന്നഡിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ രൂപകൽപ്പന ചെയ്യുന്നതിനായി നാസ ഇലക്ട്രോണിക്സ് കമ്പനിയായ വെസ്റ്റിംഗ് ഹൗസിന് കരാർ നൽകി. ക്യാമറ വെറും 7 വാട്ടിൽ മാത്രമാണ് പ്രവർത്തിക്കേണ്ടത്. മാത്രവുമല്ല, ചന്ദ്രന്റെ ഉപരിതലത്തിലെ അതിതീവ്രമായ റേഡിയേഷനെയും താപനിലയും തരണം ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ഭൂമിയിലേക്ക് അയക്കുന്ന മറ്റ് സിഗ്നലുകളുടെ കൂടെ ലൈവ് വീഡിയോ സിഗ്നലും അയക്കുവാൻ കഴിയണം. എന്നാൽ ആ ഒരു കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നത്തെ അവരുടെ സിസ്റ്റംസ് മുഖേന വ്യത്യസ്ത സിഗ്നലുകൾ ഭൂമിയിലേക്ക് അയക്കുക എന്നത് അസാധ്യമായിരുന്നു. പുതിയ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ നിർമ്മിക്കണമെന്ന് അവർക്ക് മനസ്സിലായി. കമാൻഡ്, വോയിസ്, ടെലിവിഷൻ ഡേറ്റ എന്നിവ വ്യത്യസ്ത ഫ്രീക്വൻസികളായി ഒരൊറ്റ ആന്റീന ഉപയോഗിച്ച് അയക്കുവാൻ കഴിയുന്ന യൂണിഫൈഡ് എസ് ബാൻഡ് എന്ന ഒരു സിസ്റ്റം അവർ വികസിപ്പിച്ചെടുത്തു. ആ സിസ്റ്റം മുഖേനയാണ് അവർ ചന്ദ്രനിൽ നിന്നുമുള്ള ലൈവ് വീഡിയോ ടെലികാസ്റ്റ് ചെയ്തത്. വീഡിയോ സിഗ്നൽ ആന്റീനയിൽ നിന്നും ഓസ്ട്രേലിയയിലെ നാസയുടെ ട്രാക്കിംഗ് സ്റ്റേഷനിലേക്കാണ് ആദ്യമെത്തുക. അവിടെ നിന്നും നാസ സിഗ്നലിനെ സ്റ്റാൻഡേർഡ് ബ്രോഡ്കാസ്റ്റ് സിഗ്നലായി കൺവേർട്ട് ചെയ്യുന്നു. ശേഷം ആ സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിലോട്ട് വിടുന്നു. അവിടെ നിന്നും നാസയുടെ ഹ്യൂസ്റ്റണിലെ മിഷൻ കൺട്രോളിലേക്ക് എത്തുന്നു. അവിടെ നിന്നും ലോകത്തിന്റെ പല ഭാഗത്തേക്ക് അവ സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ഇത്തരമൊരു വലിയ പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് സിഗ്നൽസ് ടിവിയിലേക്ക് എത്തിയത്. എന്നാൽ നാസ ആദ്യമായി ചന്ദ്രദൗത്യത്തിലല്ല ഈ ക്യാമറയും ടെക്നോളജിയും പരീക്ഷിച്ചത്. അപ്പോളോ 9 എന്ന മിഷനിലാണ് ആദ്യമായി നാസ ഇത് ടെസ്റ്റ് ചെയ്തത്. അത് വിജയകരമാവുകയും ചെയ്തിരുന്നു.